സാമ്പ്രാണിക്കുടി ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. മുകളിലത്തെ ആ കട്ടിങ് അത് ഒരു ശകലം ഒരു സ്പേസേ ഉള്ളൂ. ഇതുവഴി ഇറങ്ങി വന്ന് വാഹനങ്ങൾ, എല്ലാ വാഹനമൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കാറുകളും പിന്നെ ട്രാവലർ പോണൊക്കെയുള്ള കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ബാക്കി വലിയ വണ്ടികളും പിന്നെ നല്ല തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പുറമേ നമ്മൾ വരുന്ന ആ വഴിക്ക് എവിടെ സൈഡ് കിട്ടുന്നു അവിടെ പാർക്ക് ചെയ്യണം. പിന്നെ പേ പാർക്കുണ്ട്, അവിടെ എവിടെയെങ്കിലും നിർത്തി പാർക്ക് ചെയ്യണം. എന്നിട്ട് നടന്നു വന്നു. ഹൗസ് ബോട്ടാണ് ഇത്. പ്രത്യേകം നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതാണ്. ഇതും അത് തന്നെ. ഇത് രാവിലെ 11 മണിക്ക് ഇതിൽ കയറിയാൽ വൈകിട്ട് 4:30 വരെയും കണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്കറിയത്തില്ല. ഞാൻ ഒരാളോട് അതിൻ്റെ ഒരു സ്റ്റാഫിനോട് ചോദിച്ചു, പക്ഷേ പുള്ളിക്കാരൻ അത് പറഞ്ഞില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇനി അവരുടെ ഇത് വെച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയത്തില്ല. നമ്മുടെ ആ പാർക്കിംഗ് ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഇതുവഴിയാണ് നമ്മൾ നടന്ന് ഇങ്ങനെ വരണം. നടന്നു വന്ന് ഇവിടെ നിന്നാണ് നമ്മളെ സാമ്പ്രാണിക്കുടിയിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നത്. ഒരു ടിക്കറ്റിന് 150 രൂപ. ഇതേ നമ്മളെ കൊണ്ടുവന്ന് അവിടെ വിടും. അവിടെ വിട്ട് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇഷ്ടമുള്ളത് കയറി ഇങ്ങോട്ട് വരാം. ആ കാണുന്നതാണ് കൊല്ലം ബൈപ്പാസാണ്. പക്ഷേ ബൈപ്പാസിൻ്റെ അടുത്ത് വരെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ ബൈപ്പാസിൻ്റെ അവിടെ നിന്നൊന്നും നമുക്ക് വരവ് നടക്കത്തില്ല. കൊല്ലത്തുനിന്ന് പുനലൂർ റൂട്ടിൽ വന്ന് കുണ്ടറയിൽ നിന്ന് തിരിയണം. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് എല്ലാം കൂടെ ഒരു ഫാമിലിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നെ കൂടെ കയറ്റി. ഇതിൽ 6 പേർക്കേ യാത്ര ചെയ്യാൻ ഇതുള്ളൂ. ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. ഒരു ചേച്ചി ഇട്ടിട്ടില്ല. ഈ പോകുന്ന ഭാഗങ്ങളൊക്കെ നല്ല ആഴമേറിയ ഭാഗങ്ങളാണ്. ഇവിടെ വന്നാൽ നമുക്ക് തനിയെ ബോട്ട് വിളിച്ച് പോകാം. അതിന് പ്രത്യേകം കാശ് കൊടുത്ത് പോകണം. ഇതാകുമ്പം ഒരാൾക്ക് 150 രൂപ. ഇല്ല കാണുന്ന ആ ഭാഗത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അതാണ് സാമ്പ്രാണിക്കുടി. അങ്ങനെ നമ്മളവിടെ അടുക്കാറായി. ഇങ്ങനെ വിജനമായിട്ട് കിടക്കുക കായൽ. ഇവിടാണ് സാമ്പ്രാണിക്കുടി. ഇതാണ് നമ്മൾ വരുന്ന ആ തുരുത്ത്. അങ്ങനെ നമ്മൾ തുരുത്തിൽ വന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് പുറമോട്ട് ഇന്ന് വീഡിയോ എടുത്ത് ആരെങ്കിലും തടഞ്ഞ് വീഴുമോ എന്നാണ് നോക്കുന്നത്. കാര്യം നിറച്ച ആളുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകൾക്കും 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുമാണ്. ഇഷ്ടംപോലെ കുട്ടികളും എല്ലാം ഉണ്ട്. പിള്ളേരൊക്കെ വന്ന് ചാട്ടത്തിൻ്റെ പുറത്ത് ചാട്ടമാണ്. വെള്ളത്തിൽ ഉപ്പുവെള്ളമാണ്. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം മുട്ടിന് മുകളിൽ വരെ വെള്ളമുണ്ട്. നമ്മൾ ഈ നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ. അന്നേരം ഡ്രസ്സുകളിൽ വെള്ളമൊക്കെ ആകാതെ അതിൻ്റെ ഒരു മുൻകരുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകളായിട്ട് വരണം. അല്ലെങ്കിൽ തിരിച്ചു പോയി മാറാൻ വേണ്ടിയുള്ള ഡ്രസ്സുകൾ കൊണ്ടുവരണം. ഇതൊക്കെ തനിയെ വിളിച്ച് വരുന്നതാണ്. ഇതൊക്കെ വന്ന് കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാനെ കൊണ്ട് കയറി അവിടെ നിൽക്കുന്നത്. അതിൻ്റെ സൈഡിലാട്ട് വന്ന് ബോട്ട് നിൽക്കും. നമ്മൾ വീണ്ടും അതേ കയറി പോകണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത്. ഈ കൂടി നിൽക്കുന്നത്, എനിക്ക് തോന്നുന്നത് വസ്തുവിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 2 സെൻറ്റ് സ്ഥലം, അതിൻ്റെ ആ വീതി നീളവും ഇത്രയേ ഉള്ളൂ.
അങ്ങനെ ഞാൻ തിരിച്ച് പോവാം. ഞാൻ മെയിനായിട്ട് വന്നത് വീഡിയോ എടുപ്പ് ആണ്. ഞാനൊരു മുൻകരുതലായിട്ടൊന്നും അല്ല വന്നത്. അന്ന് വീഡിയോ എടുത്തു, തിരിച്ച് പോവുക. തിരിച്ച് പോകുമ്പോൾ ഇനിയും കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊരു ക്രിസ്ത്യൻ ചർച്ച, വലിയൊരു ചർച്ച അത്. അങ്ങനെ കര അടുക്കാറായി. ഏകദേശം കരയിൽ വന്നു. ഞങ്ങൾ ഈ തിരികെ വന്നാൽ ഞാൻ ബോട്ടുകാരൻ ചേട്ടനോട് ചോദിച്ചു ഒന്ന് കറങ്ങുന്നതിന് എത്രയാണ്. പക്ഷെ അവർക്കതിൽ അനുവാദമില്ല. ഇത് വലിയ ബോട്ടാണ്. അത് ഒരു ബസ്സിൽ നിറച്ച് ആൾക്കാർ വന്നാൽ അത് ഒന്നാൽ കയറ്റിക്കൊണ്ട് പോകും. പക്ഷേ മുന്നേറെ അത് ബുക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ അതിൽ കയറാൻ പറ്റൂ. 10:30-11 മണിയാകുമ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ വൈകിട്ട് 4:30 വരെയാണ്. ഫുഡൊക്കെ അതിൽ തന്നെ കിട്ടും. അങ്ങനെ ഞാൻ കരയടുക്കാറായി. ആ സാമ്പ്രാണിക്കുടി ആ ഭാഗത്തേ ഉള്ളൂ ശകലം ആഴക്കുറവ്. ബാക്കി എല്ലായിടത്തുമൊക്കെ അത്യാവശ്യം നല്ല ആഴമുള്ളതാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ കരയടുത്തു. ഇനി ഇറങ്ങാൻ തുടങ്ങുക. ഓരോരുത്തർ ലൈഫ് ജാക്കറ്റൊക്കെ ഇറക്കുന്നു. ജാക്കറ്റൊക്കെ ഇറക്കി എല്ലാവരും ഇറങ്ങുക. ആ കൂട്ടത്തിൽ ഇനി ഞാനും ഇറങ്ങണം. ഞാനാ ഏറ്റവും ലാസ്റ്റ്. എല്ലാവരും ഇറങ്ങി നടുവൊക്കെ നിവർത്തുന്നു. എല്ലാവരും വെള്ളത്തിൽ ചാടിയതിൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുവാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇറങ്ങി. ഇത് ടൂറിസ്റ്റ് ബസ്സിൽ വന്ന ഒരു കൂട്ടരാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഒരു ടീമിൽ പെട്ടതാണ്. അതുകൊണ്ട് ഈ കാണുന്നിടത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞാൻ പാർക്കിങ്ങിൻ്റെ ഏരിയ തിരികെ എത്തി. സാമ്പ്രാണിക്കുടിയിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആൾ കുറവാണ്. വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസങ്ങളിൽ നല്ല തിരക്കാന്ന് പറഞ്ഞു. കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു